ഹലോ, നമുക്ക് പാഴ്സൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിന്നിത് അൺബോക്സ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് പറയുന്നതിൽ കുറച്ച് തെറ്റൊക്കെ കാണും. എന്നാലും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും എല്ലാത്തിനും ശേഷം നമ്മുടെ പാഴ്സൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാഴ്സൽ തുറക്കാം. ഓക്കെ, നല്ല പാക്കിംഗ് ആണ്. പാക്കിങ്ങിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നതായിരിക്കത്തില്ല നമ്മുടെ വീഡിയോ. ഓക്കെ, അതാ പാക്കിനുള്ളിൽ യെസ്, അങ്ങനെ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം, അല്ലെങ്കിൽ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇന്ന് തന്നെ നമുക്ക് ഈ സാധനം കയ്യിലെത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം റെഡിയല്ലേ? ഓക്കെ, നോർമൽ ഐഫോൺസിൻ്റെ എല്ലാം അൺബോക്സിങ് പോലെ തന്നെ 2 സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മളിങ്ങനെ പുള്ളി ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ബോക്സിനുള്ളിൽ. ഇതാണ് നമ്മുടെ ഡിവൈസ്. വളരെ ഹാൻഡിയും, കയ്യിൽ കുറച്ചുകൂടെ വെയിറ്റ് ലോസ്, നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കാരണം അലൂമിനിയം ഫുൾ ഫ്രെയിമാണ് വന്നേക്കുന്നത്. ടൈറ്റാനിയത്തിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് വീണ്ടും ആപ്പിൾ അലൂമിനിയത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡിവൈസിൻ്റെ വെയിറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഓറഞ്ച് കളർ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആണ് ഇതിന് വന്നിരിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. നമുക്കതൊന്ന് എന്തായാലും ചെക്ക് ചെയ്യാം, ഇത് ബൂട്ട് ഓൺ ചെയ്ത് വരുന്നതിന് മുമ്പേ തന്നെ. അപ്പം കമ്പാരിസൺ നടത്താൻ ഇതിനു മുമ്പ് എൻ്റെ ഉണ്ടായിരുന്ന 13 Pro Max വെച്ചിട്ട് ഞാനിതിൻ്റെ ആൻറ്റി റിഫ്ലക്റ്റീവ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ കയ്യിലുള്ളത് ഗ്രീൻ 13 Pro Max ആണ്. സൈസിലും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിന് 13 Pro Maxനെക്കാട്ടി വെയിറ്റ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്തോരം വരുന്നുണ്ട്, ഓറഞ്ചിൽ ആ റിഫ്ലക്ഷൻ എന്തോരം വരുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ റിഫ്ലക്ഷൻ കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് ഡിസ്പ്ലേ ഓൺ ആക്കിയ ശേഷം രണ്ടും വെച്ച് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, ബോക്സിൽ നമുക്ക് പിന്നീട് വന്നിരിക്കുന്നത് നോർമൽ കഴിഞ്ഞ വർഷവും വന്നിട്ടുള്ള പോലെ തന്നെ ഒരു കേബിളും, ഒരു സിം എജക്ടർ ടൂള്, പിന്നെ ആപ്പിളിൻ്റെ ബുക്ക്ലെറ്റ് പഴയതുപോലെ തന്നെ, പിന്നെ യൂറോപ്യൻ സ്പെക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എനർജിയുടെ ഒരു എക്സ്ട്രാ പേപ്പറോട് വന്നിട്ടുണ്ട്. അല്ലാതെ എല്ലാം തന്നെ നോർമലാണ്. ഒരു സിം എജക്ടർ ടൂള്, കേബിള്, വേറെ ഒന്നും തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ഡിവൈസ് ബൂട്ട് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. എല്ലാത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം കുറച്ച് കളർഫുള്ളായിട്ടാണ് ഇവരുടെ ഇൻട്രോ ബൂട്ട് ഓൺ ചെയ്ത് വരുമ്പോൾ വരുന്നത്. വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. ഞാനിതിൻ്റെ അടുത്തൊരു 15 വെച്ചിട്ട് അതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു എന്ന് വെച്ചാൽ ആൻറ്റി റിഫ്ലക്ഷൻ എന്ന് കാണിച്ചു തരാം. നോക്കുമ്പോൾ കാണുന്നുണ്ടോ? ആ ഒരു ചെറിയ വ്യത്യാസം കാണുന്നില്ലേ?
അല്ലാതെ തന്നെ ഡിസ്പ്ലേയിൽ വലിയ കാര്യമായ മാറ്റം ഒബിയസ്ലി ഉണ്ട്. അത് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നതാണ്. ഏറെക്കുറെ നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ 15+ൻ്റെ അതേ വെയിറ്റാണ് എനിക്ക് 17 Pro Max പുതിയതായിട്ട് തോന്നുന്നത്. ഓക്കെ, കേസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രീതിയിലും ബാക്കി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം ചെക്ക് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ ക്യാമറയെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും.